എൻ്റെ ദൈവമേ കണ്ടോ, ഇതിൻ്റെ ആ ഒരു നീളം കണ്ടോ, വേര് പോയേക്കുന്നത്. വന്ന് 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 കുറച്ചുകൂടെ ഒക്കെ നമ്മൾ മീനെ പിടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും നെറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് നമ്മൾ നോക്കാൻ പറ്റാതെ പോയി. നമ്മളിപ്പം വീഡിയോ ചെയ്തിട്ട് തന്നെ അത്യാവശ്യം കുറച്ച് നാളായി. അപ്പം നമുക്ക് ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഫുള്ള് എന്താ പറയുക, കാടൊക്കെ പിടിച്ച് പ്ലാന്റ്സൊക്കെ ഒത്തിരി ഓവറായിട്ട് ഗ്രോ ചെയ്ത് ഫുള്ള് അലങ്കോലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നിന്ന് മൊത്തം റീസെറ്റ് ചെയ്ത്, അന്ന് നമ്മളത് നോക്കിയപ്പം മീനും ഉണ്ടായിരുന്നു. സാധാരണ മീനില്ലാന്നാണ് വിചാരിച്ചത്, കാരണം എല്ലാം കൊക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ മീനും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഫുള്ള് റീസെറ്റ് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് നോക്കാത്തതിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടതാ, പക്ഷേ ഇതിപ്പോൾ ഫുള്ള് പ്ലാന്റ്സ് കണ്ടോ, പ്ലാന്റ്സിൻ്റെയൊക്കെ വളർച്ച കണ്ടോ, മൊത്തം തിങ്ങി കുത്തി നിറഞ്ഞ്. ഇതെന്തൊക്കെയോ അണ്ണാൻ്റെ കൂടോ കിളിക്കൂടോ എന്തൊക്കെയോ വീണും. ഇത് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കൈയിടാൻ പറ്റത്തില്ല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് വേറെ സ്ഥലത്തായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാമ്പിൻ്റെ തോലൊക്കെ കിട്ടിയതാണ്. അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്, ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് നമുക്ക് കൈയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഫുള്ള് ഓരോന്നായിട്ട് നമുക്ക് ഫുള്ള് മാറ്റി ക്ലീൻ ചെയ്യണം. ഈ നേരത്തെ ഫിഷിനെ പിടിക്കാനും മറ്റ് യൂസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇതിവിടെ നമ്മളിങ്ങനെ തൂക്കിയിടുന്നതാണ്. അത് ഈ തറയെ കറക്റ്റ് മണ്ണി മുട്ടി കിടന്നത് കൊണ്ട് തന്നെ അതിൽ നിറച്ച് ചെടികൾ വന്ന് കണ്ട. ഇത് ചെറുതനമാണ്. ആ ചെറുതനം കാണുക ഗൈസ്, ചെറുതനമൊക്കെ കിടക്കുന്നത് കണ്ടോ. നമ്മുടെ നെറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം. നെറ്റ് മൊത്തം ദ്രവിച്ചു. വലിയൊരു തുള വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു തുള വീണിട്ടുണ്ട്. ഈ ഒരു ടാങ്കിലെ മറ്റേ ഫ്രിഡ്ജ് ബോക്സ് മറ്റേ റിംഗ് ടാങ്കിലെയൊക്കെ നമ്മൾ മീനെ പിടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും നെറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പറ്റിയിട്ട് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനിയും ഈ ഒരു ടാങ്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ പായലൊക്കെ നമുക്ക് ആദ്യം തന്നെ മാറ്റാം. എന്തായാലും ചാടി വരുമോ? ആളും അനക്കോ ഇല്ലാതെ കിടക്കുന്നതാ. ഗൈസ്, ആണ്ട് ഗപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നു കേട്ടോ. ഈ ഒരു പ്ലാന്റ് നല്ലപോലെ കുത്തി, ഭയങ്കരമായിട്ട് നല്ലപോലെ കുത്തി തഴച്ചം കിളിച്ചേക്കുക. കണ്ടു. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കാം. കൊണ്ടു എൻ്റെ ദൈവമേ കണ്ടോ, ഇതിൻ്റെ ആ ഒരു നീളം കണ്ടോ, വേര് പോയേക്കുന്നത്. ഇനിയും പോകും കേട്ടോ. അവിടുന്ന് പിടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി കുറച്ചുകൂടെ. ഈ ഒരു ഒറ്റ പായലിൻ്റെ നീളമാണ്. കുഴപ്പമില്ല, ഇതിന് നമുക്ക് തണ്ടി ഈ ഒരു ബക്കറ്റിലോട്ടിടാം. ഇനി എന്തായാലും നമുക്കിത് ഫുള്ളിനകത്ത് നിന്ന് ഒഴിച്ച് എടുത്തേക്കാം, മൊത്തം മാറ്റിയേക്കാം. അങ്ങനത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് പായൽ ഇതേണ്ട ഈ ടൈപ്പ് പായലെല്ലാം ആദ്യം തന്നെ അങ്ങ് ഒഴിവാക്കി. ആദ്യം അത്രയും തന്നെ പോയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മീൻ അവിടെ കിടപ്പുന്നുണ്ടാ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മീനുണ്ടോ എന്ന് തന്നെ ഞാനിപ്പോൾ ഞെട്ടുപോയി. ഇതിൽ ഇത്രയും മീനൊക്കെ ഉണ്ടായിരുന്നു എന്നാലോചിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഇത്രയും പാലും തിങ്ങി. ഞാൻ ഒരു ഇവിടെ എന്നും കൊക്ക് വരും, ഈ ഒരു ഇവിടെ എന്നും കൊക്ക് വന്നിരുന്ന് മീനെ പിടിക്കില്ല പരിപാടി. പക്ഷെ ഇത്രയും മീൻ അത് രക്ഷപ്പെട്ടു വന്നല്ലോ. സാധാരണ ഇത്രയും കഴിഞ്ഞ ടാങ്കൊക്കെ നമ്മളിവിടെ ഇപ്പം ഇപ്പുറത്തൊരു ടാങ്ക് ഉണ്ടല്ലോ, ഇപ്പുറത്തെ ടാങ്ക് ഫുള്ള് മീനില്ലാതെ കിടക്കുക. അപ്പോൾ അതേപോലെ ആയെന്നാണ് എൻ്റെ വിചാരം. പിന്നെ എനിക്കൊന്ന് പായലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഹൈഡ് ചെയ്ത് നിന്നിട്ടൊക്കെ രക്ഷപ്പെട്ടതാവും. എന്തായാലും നമുക്ക് ഇതൊന്ന് മാറ്റുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തോരം കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ. കൈ ഇടുന്നില്ല, ഡയറക്റ്റ് ആഴത്തിലോട്ടങ്ങ് കൈ കൊണ്ടുപോകുന്നില്ല. എവിടെയെങ്കിലും കയറിയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. മിക്കവാറും ഇതിനകത്ത് നിന്നും വല്ല പാമ്പിൻ്റെ തോല് വല്ല കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. ഹലോ, എൻ്റെ മുന്നിൽ കാഴ്ച തടിയത്. ഇതിൻ്റെ ഒരു ബലം അടിയിൽ ഞാനിത് നട്ട് വെച്ച ഒരു പ്ലാന്റ് ആയിരുന്നു. അത് ഫുള്ള് മൂടോടെ മൊത്തത്തിൽ പടർന്ന് കയറി നിൽക്കുമെന്ന് തോന്നുന്നു. കൊണ്ടോ ഫുള്ളായിട്ട് തന്നെ ആ ഒരു പായൽ വേറൊരെണ്ണം നട്ടത് വെളിയിൽ വന്നു. അത് പടർന്ന് വെളിയിലോട്ടും വന്നു. ഇനി നമുക്കിത് ഫുള്ളൊന്ന് മാറ്റാനകത്ത് ഫുള്ള് വലിച്ച് പൊട്ടിക്കാൻ പോകും ഗൈസ്. കാരണം നമുക്ക് ആദ്യം തന്നെ സെറ്റാക്കി തുടങ്ങേണ്ടതാണ്. ഇത് നമ്മൾ ഫുള്ള് തണ്ട് ചിലന്തി പോലെ പായലെടുക്കുന്നു. ഇതിലോട്ട് തന്നെ പൊട്ട്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്ക് നടാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാം, തിരിച്ച് നടാൻ വേണ്ടി. അപ്പോൾ ഇനി എന്തായാലും ഇത് ഫുള്ള് മാറ്റാം.
ഇതൊക്കെ ഫുള്ള് നല്ലപോലെ കിളിച്ചിട്ടുണ്ട്. ഈ ഒരു പാല് നല്ലപോലെ കിളിച്ചിട്ടുണ്ട്. നല്ല കട്ടിക്കുക കേട്ടോ. അവിടെ വലിക്കുന്ന കാണുമ്പോൾ തന്നെ അയ്യോ ഗൈസ്, മണ്ണിളകി. ഇനി കലക്കലാവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ കൊമള വരുന്നുണ്ടോ. വന്ന് കുറച്ചുകൂടെ നമ്മൾ പെതിയെ വലിച്ചില്ലെങ്കിൽ ഇത് ഫുള്ള് കലക്കലായി നമുക്ക് മീനെ പിടിക്കാൻ പറ്റത്തില്ല പിന്നെ. ഓക്കെ, സെറ്റ് ഒറ്റ പിടിക്ക് പോകുന്നതാ. കേട്ടോ മണ്ണോട് കൂടി പോകുന്നു. അധികം കലക്കലായില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല, മീനൊക്കെ പിടിക്കാം. ഈ ഒരു പാല് കണ്ടോ, ഇതങ്ങനെ അധികം കിളിച്ചിട്ടില്ല. പക്ഷെ ഇത് കിളിച്ചതൊക്കെ അങ്ങ് നേരെ വെളിയിലോട്ട് കണ്ടോ, പുറത്തോട്ടങ്ങ് പോയത്. അതുകൊണ്ട് അവിടെയൊക്കെ ദൈവം ഇത് വെളിയിലോട്ട് പോയ പറമ്പിലോട്ടൊക്കെ. അതുകൊണ്ട് കണ്ടോ ഫുള്ള് ഇവിടെ മൊത്തമായി ഈ ചെടി. കണ്ടോ ടാങ്കിനകത്ത് അടിയിൽ, ഞാൻ അന്ന് അടിയിൽ ഒരു ഭാഗം മാത്രം നട്ടു വെച്ചൊരു പ്ലാന്റ്. ഇപ്പം എവിടൊക്കെയാണെന്ന് പറഞ്ഞാൽ കണ്ടാൽ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നേരത്തെ കുറേ വള്ളിച്ചെടിയാന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞ ഇതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ കിളിച്ചതുമായിരുന്നു. എന്തായാലും നമ്മൾ പായലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിലെ മീനുകളെ മാറ്റണം. അന്നേരം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി മീനുകളെ മാറ്റുന്ന ചടങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ മീനെ പിടിക്കാനായിട്ട് തന്നെ ഇതേപടുത്തി ഒരു അരിപ്പ നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വീട്ടിൽ ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഇനി തരുകയും ചെയ്തു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇത് വെച്ച് മാക്സിമം പിടിക്കാൻ പറ്റുന്ന മീനുകളെ പിടിച്ച് തേണ്ട നമ്മുടെ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റാം. എന്തായാലും ഇനി പിടിക്കാം. ഇനി അതാണ് ചടങ്ങ്. ഈ ഒരു കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുക എന്നുള്ള പരിപാടി നമുക്കിവിടെ കുറച്ച് മീൻ കാണാം. കട്ടോ ചെറുതായോണ്ട് ഇവന്മാര് കട്ടോ പൈസ ഇത്തിരിയേ ഉള്ളൂ. ഇത്തിരി പോന്നവന്മാരാ. വീണ ചെറുതായിട്ട് ഒന്ന് മുക്കിയെടുക്കാം. വീണില്ലെങ്കിൽ അവന്മാർ അങ്ങനെങ്കിലും വീണിട്ട് ഏകദേശം വീണില്ല, വീണു. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പിടിക്കാം. നിങ്ങൾക്ക് ലാഗൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് പിടിച്ചിട്ട് ഫുള്ള് പിടിച്ചു കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം. എന്തായാലും ഗൈസ്, നിസ്സാര പരിപാടിയല്ല. കുറച്ച് ടൈം ആവശ്യമുണ്ട് ഇതിന്. അതുകൊണ്ട് നമ്മൾ ടൈം എടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നോർത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് വെള്ളം ഫുള്ള് മാറ്റിയാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി മീനും ഉണ്ട്, നമുക്ക് സൂക്ഷിച്ചും കണ്ടു വേറെ മീനൊന്നും മിസ്സാവാതെ ഫുൾ മീനെ നമുക്ക് ഇതിനകത്ത് നിന്ന് പിടിച്ച് മാറ്റാൻ പറ്റുന്ന അത്രയും നമ്മളിതിനകത്ത് മാറ്റിയിരിക്കും. എന്തായാലും നമുക്കിനി ഫുൾ വെള്ളം മാറ്റിയിട്ടുള്ള ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ കൺമുമ്പിൽ കിട്ടിയ അത്രയും മീനുകളെ നമ്മളിതിനകത്ത് പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും മീനല്ല, ഇനി ഇതിനകത്ത് മീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കടിക്കുവാണ്. ഈ ഒരു കലക്കല്ലിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്കിനിയും വെള്ളം കുറച്ച് പിടിക്കാം. ഇനി അതായിരിക്കും ബുദ്ധി. കാരണം ഇനി വെള്ളം കുറയ്ക്കുന്നതനുസരിച്ചാകുമ്പം അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നമ്മൾ കോരി അങ്ങ് പിടിക്കാം. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിവാക്കി കളയാം. അപ്പം നമുക്കിനി ഓസിട്ട് വെള്ളം ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളയാം. എന്തായാലും നമുക്ക് കുറേയധികം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വലുത് അത്യാവശ്യം എണ്ണം കുറവാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാണ്. എന്തായാലും നമുക്ക് ഇവരെ ഇടാൻ വേണ്ടി നമ്മുടെ ടാങ്ക് എന്തായാലും സെറ്റാണ്. നമ്മുടെ ആ ഒരു ഓസൊക്കെ നമ്മൾക്ക് മാറ്റി അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിച്ച് അത്യാവശ്യം നൈസാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജസ്റ്റ് വെള്ളം ഇതൂടെ അങ്ങ് മാറ്റി, ഇത് നമ്മുടെ ആ ഒരു മണ്ണ് കയറാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് വെച്ചതാണ് നമ്മുടെ ഈ ഒരു നെറ്റ്. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് മാറ്റിക്കാം. എന്തായാലും നമ്മുടെ ആ ഒരു എന്താ പറയുക ടാങ്കിൻ്റെ ഫുൾ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയും ഈ ഒരു പായൽ നമ്മൾ നട്ടേക്കുന്ന ആ ഒരു മണ്ണിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കും വരെ നമുക്ക് ഒരു 3 ദിവസത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഗപ്പികളെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വിടാം വെള്ളം നിറച്ചിട്ട്. എന്തായാലും നമ്മുടെ ഗപ്പികൾ കണ്ടു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗപ്പികളുണ്ട്. എന്തായാലും അന്നിട്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയത് നമുക്ക് ഇതൊന്ന് മൊത്തം റീസെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് ഒരു ടാങ്ക് കിടക്കുന്നു. ഇതുപോലെ ഫുള്ള് പോയിട്ടോ, ഫുള്ള് പായലും പോയി, മീനും പോയി, എല്ലാം പോയി.
അപ്പോൾ ഇതിൽ മാത്രമുള്ള നമുക്ക് ഇത്രയും മീനെ കിട്ടിയത്. ഇത്രയും ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിടയ്ക്ക് 2 മീനെ എങ്ങാണ്ടേ കണ്ടുള്ളൂ. ആ ഒരു നാക്കിനൊന്ന് റീസെറ്റ് ചെയ്യാന്ന് വെച്ച് എല്ലാം ഇറങ്ങി തിരിച്ചാണ്. ഇപ്പം അത്യാവശ്യം മീനും ഉണ്ട്. അപ്പോൾ പിന്നെ ടാങ്ക് ഫുള്ള് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 3 ദിവസത്തേക്ക് ഇങ്ങനെ ഇടക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ ഇന്നത്തെ വെള്ളം നിറച്ചിട്ട് നമ്മുടെ മീനുകളെ ഇറക്കി വിടാം. ചെറിയ ചെറിയ പൂവായിട്ടൊക്കെ കണ്ടോ, ഈ ഒരു പായലിലെ പൂവായി ഇങ്ങനെ ഒത്തിരി ഉണ്ടാവും. ഇതിൽ ഇഷ്ടം പോലെ നമ്മൾ തോട്ടിൽ നിന്ന് എടുത്ത ടൈപ്പ് പായലാണ്. പിന്നെ മറ്റേ ആ ഒരു വള്ളിച്ചെടി പോലെ കിടക്കുന്ന അത് നമ്മൾ കടയിൽ നിന്ന് എന്തോ വാങ്ങിച്ചെന്തോ ആയിരുന്നു, എന്തോ അത് പേരൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇത്രയും പായലുണ്ട്, ഇതൊന്നും നമുക്ക് കളഞ്ഞേക്കാം. ഇത് നമുക്ക് ഈ ഒരു പായൽ ആവശ്യമില്ല. അങ്ങനെ കുറച്ച് ടൈം എടുത്തെങ്കിലും നമ്മുടെ ടാങ്ക് ഫുള്ള് നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ മീനൊക്കെ ഇടുന്നുള്ളൂ. എന്തായാലും ആ ടൈമിൽ കുറച്ച് നേരം നോക്കാൻ പറ്റാതായപ്പോഴത്തേക്കും ഇത്രമാത്രം ടാങ്ക് ഫുള്ള് അലങ്കോലമായി നശിച്ച് എന്താ പറയുക, മൊത്തം കാട് കയറിയ പോലെ കിടക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് മാറ്റുന്നൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് വള്ളിച്ചെടിയും കാടും ഒക്കെ കയറി വരും. അതിനനുസരിച്ച് നമ്മളത് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. എന്തായാലും നമ്മുടെ ടാങ്ക് ഇപ്പോൾ സെറ്റാണ്. പിന്നെ നമ്മുടെ മീനെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇടുന്നുള്ളൂ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാങ്കിലെ ആ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ നട്ടേക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മീനെയൊക്കെ അതിൽ ഇറക്കിയിടാം. പിന്നെ നമുക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. നെറ്റിട്ട് അടച്ചു വെച്ചാൽ കുക്കിൻ്റെയും പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ഈ റിംഗ് ടാങ്ക് കൂടെ കിടപ്പുണ്ട്. അത് നമുക്ക് വഴിയെ നമുക്ക് സെറ്റാക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം എന്തായാലും.